സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. LDF മന്ത്രിസഭയിലെ മറ്റ് 18 മന്ത്രിമാരും ഗവർണർ പി സദാശിവം മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. 12 പുതുമുഖങ്ങളുടെയും 2 വനിതകളുടെയും പ്രാതിനിധ്യത്താൽ കരുത്തുറ്റ ഒരു മന്ത്രിസഭയാണ് ഇന്ന് അധികാരത്തിലേറുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭയിൽ ജനനേതാക്കളുടെ കരുത്തുറ്റ നിരയാണ്. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് 18 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. LDF സംസ്ഥാന കമ്മിറ്റി CPM-ന് അനുവദിച്ച 12 മന്ത്രിമാരിൽ മുഖ്യമന്ത്രിക്ക് പുറമെയുള്ള 11 മന്ത്രിമാരെയും സ്പീക്കറെയും CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ, AK ബാലൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ G സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, AC മൊയ്തീൻ, J മേഴ്സിക്കുട്ടിയമ്മ, കൊടകര ഏരിയ കമ്മിറ്റി അംഗം പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPM സ്വതന്ത്രൻ ഡോക്ടർ KT ജലീൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന CPM-ന്റെ മന്ത്രിമാർ. CPI മന്ത്രിമാരായി എത്തുന്ന E ചന്ദ്രശേഖരൻ, P തിലോത്തമൻ, BS സുനിൽകുമാർ, K രാജു എന്നിവർക്കും ഗവർണർ P സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. NCPയുടെ പ്രതിനിധിയായി ശശീന്ദ്രനും കേരള കോൺഗ്രസ് S മന്ത്രിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ജനതാദളിന്റെ മന്ത്രിയായി മാത്യു ടി തോമസും LDF മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. 19 അംഗ മന്ത്രിസഭയിൽ 12 പുതുമുഖങ്ങൾ ഇടം നേടി. ചരിത്രത്തിലാദ്യമായി 2 വനിതകളും ഈ മന്ത്രിസഭയിൽ എത്തുന്നു എന്നതും പിണറായി മന്ത്രിസഭയുടെ പ്രത്യേകതയാണ്. P ശ്രീരാമകൃഷ്ണൻ സ്പീക്കറാകുമ്പോൾ B ശശി ഡെപ്യൂട്ടി സ്പീക്കറായും സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിൽ ആദ്യ മന്ത്രിസഭാ യോഗവും ചേരും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാന ഘട്ടത്തിൽ. വൈകിട്ട് 4 മണിക്കാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 19 അംഗ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ചടങ്ങിന് സാക്ഷിയാവാൻ 10,000-ങ്ങളാണ് എത്തുക. ലിരമ്പലിന് കാതോർത്താണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം LDF-ന്റെ പിണറായി വിജയൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി ഒരുങ്ങുന്നത്. വൈകിട്ട് 4-നാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. സെക്രട്ടേറിയറ്റിനോട് ചേർന്നാണ് വേദി. 2500 പേർക്ക് പ്രധാന പന്തലിലിരിക്കാം. 30,000 പേർക്ക് തത്സമയം ചടങ്ങ് വീക്ഷിക്കാവുന്ന രീതിയിലാണ് വേദിയൊരുക്കുന്നത്. മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ വേദിയുടെ മുൻഭാഗത്തും ഗാലറിയിലും പന്തലിട്ടിട്ടുണ്ട്. വേദിയുടെ ഒരുക്കങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു. ഏറ്റവും വലിയ ജനസാഗരമാകും സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കുകയെന്നും കോടിയേരി പറഞ്ഞു. വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാവും. അതുകൊണ്ട് അവർക്കെല്ലാം ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. പരമാവധി ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. തലസ്ഥാനത്തിന്റെ നഗരവേദികൾ ചെങ്കടലാകുമെന്നതിനാൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണവും നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിനുള്ളിലും പുറത്തുമായി കനത്ത സുരക്ഷാ വലയമാണ് തീർത്തിട്ടുള്ളത്. ഗാലറിയിലിരിക്കുന്നവർക്ക് സത്യപ്രതിജ്ഞ അടുത്തു കാണാനായി LED സ്ക്രീനുകളും ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്തവർക്കായി സെക്രട്ടേറിയറ്റ് അനക്സ്, ജേക്കബ്സ് ജംഗ്ഷൻ, പാളയം, സ്റ്റാച്യു, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലും ജനങ്ങൾക്ക് ചടങ്ങ് തത്സമയം LED-യിലൂടെ കാണാം. വൻ ജനക്കൂട്ടം എത്തുമെന്നതിനാൽ മെഡിക്കൽ സംഘത്തിന്റെ സേവനവും സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങൾ ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. സത്യപ്രതിജ്ഞയ്ക്കായി എത്തുന്ന ജനങ്ങളെ സ്റ്റേഡിയം ഉൾക്കൊള്ളുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ RK കുമാറിനൊപ്പം S ഷീജ. ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, ഏതുവരെയായി ഒരുക്കങ്ങളൊക്കെ? സ്വാമി, കേരള ജനത കാത്തിരുന്ന ആ മുഹൂർത്തത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ജാതി മതഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ ഓരോ ജനങ്ങളും കാത്തിരിക്കുന്ന ആ മുഹൂർത്തത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭ അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വൈകുന്നേരം 4 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ
18 മന്ത്രിമാരും ഒപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. വളരെ വിപുലമായിട്ടുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ മേഖലയിലും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അങ്ങേറ്റം വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നേതൃപാഠവുമുള്ള ആളുകൾ തന്നെയാണ് ഇക്കുറി പിണറായി മന്ത്രിസഭയിൽ മന്ത്രിമാരായി എത്തുന്നത് എന്നുള്ളത് ഏറെ പ്രത്യേകതയാണ്. പിണറായി വിജയന് പുറമെ 11 പേരാണ് CPIM-നെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വരുന്നത്. 3:50 ഗവർണർ പി സദാശിവം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വരും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ ദേശീയ ഗാനം ആലപിക്കും. അതിനുശേഷം ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പിണറായി വിജയനെ വേദിയിലേക്ക് ക്ഷണിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് മന്ത്രിമാർക്കും ഗവർണർ പി സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഗവർണറുടെ ചെറിയൊരു സൽക്കാരം, വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാ മന്ത്രിമാരും രാജ്ഭവനിലേക്ക് പോകും. അതെല്ലാം പൂർത്തിയായ ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റിൽ വന്ന് ആദ്യ മന്ത്രിസഭാ യോഗവും ഇന്ന് തന്നെ ചേരും. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. വിപുലമായിട്ടുള്ള സംവിധാനമാണ് സത്യപ്രതിജ്ഞ കാണാനായി ഒരുക്കുന്നത്. പ്രത്യേകിച്ച് 2006 വന്ന VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങളുടെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജനങ്ങളെ കൂടെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്തതാണ്. അതേ തീരുമാനത്തിൽ തന്നെയാണ് ഇക്കുറി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരും ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാനായി തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 50,000-ലധികം ആളുകൾക്ക് സത്യപ്രതിജ്ഞ കാണാനുള്ള സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് VIP-കൾക്കും VVIP-കൾക്കുമുള്ള ഒരു ക്രമീകരണമാണ് ഏറ്റവും മുൻനിരയിലായി കാണുന്നത്. അതിനുശേഷം ഓരോ സെക്ഷനായി തിരിച്ചുകൊണ്ട് തന്നെ ഓരോ ജനവിഭാഗങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്ക് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയായിരിക്കും വൈകുന്നേരം 4 മണിക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 2 മണി മുതൽ തന്നെ ഇവിടേക്ക് പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരായ ജനങ്ങളുമൊക്കെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയായിരിക്കും. തീർച്ചയായും ഈ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള 19 മന്ത്രിമാർ മതി എന്നുള്ള തരത്തിൽ അതിനപ്പുറത്ത് നിന്നുകൊണ്ട് കൂടുതൽ ചെലവുകൾ വേണ്ട എന്ന് മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നത് വേണ്ട എന്നുള്ള നിർദ്ദേശം. അങ്ങനെ ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന തരത്തിൽ തന്നെയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ ഏൽക്കാൻ പോകുന്നത്. അതിനുശേഷം ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ തന്നെ ആദ്യമായി എടുക്കുന്ന ഒരു തീരുമാനവും വളരെ ജനകീയമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊള്ളുക. മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം വകുപ്പുകൾ സംബന്ധിച്ച ഇന്ന് LDF യോഗം രാവിലെ ചേരും. അതിൽ ധാരണയാകും. അതിനുശേഷം നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരുടെ ലിസ്റ്റും വകുപ്പുകളും ഉൾപ്പെടുന്ന ഡീറ്റെയിൽസുമായി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും വകുപ്പുകൾ സംബന്ധിച്ചുള്ള അന്തിമ പ്രഖ്യാപനം വരുന്നത്. മന്ത്രിമാരെ എല്ലാം ഘടകകക്ഷികളും അതോടൊപ്പം തന്നെ CPI ഉൾപ്പെടെയുള്ളവരുമൊക്കെ മന്ത്രിമാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഓരോ മന്ത്രിമാരെ എടുത്തു കഴിഞ്ഞാലും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ജനകീയമായിട്ടുള്ള മുഖങ്ങൾ തന്നെയാണ്. അതുപോലെയുള്ള ഒരു കരുത്തുറ്റ നേതൃത്വത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന കരുത്തുറ്റ നേതാക്കൾ തന്നെയാണ് ഈ LDF മന്ത്രിസഭയുടെ പ്രത്യേകതയായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, ഇത് ഒരു ജനകീയ സർക്കാരാണ്, കേരളത്തിൻ്റെ സർക്കാരാണ്, ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിരിക്കും എന്നുള്ള ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും നിലപാടും വ്യക്തമാക്കി തന്നെയാണ് ഇന്നലെ പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് വൈകുന്നേരം വരെയുള്ള ഒരു കാത്തിരിപ്പാണ്. കാരണം 2 മണി മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി പോലീസ് ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. 3 ഗേറ്റുകൾ പ്രധാനമായും ജനങ്ങൾക്ക് കടന്നു വരാനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുന്നവരും VVIPs മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളും മതമേലധ്യക്ഷന്മാർ അവർക്കൊക്കെ വരാനായി പ്രത്യേക വാതിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനഘട്ട ഒരുക്കങ്ങൾ ഇവിടെ തകൃതിയായി തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാമി സുനിൽ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കാണാൻ 10,000-ങ്ങളായിരിക്കും അവിടേക്ക് ഒഴുകിയെത്തുക. അത്തരത്തിൽ വലിയൊരു ജനസഞ്ചയത്തെ തന്നെ ഉൾക്കൊള്ളാനാകുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണോ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായും സൗമ്യ, ഇതൊരു ജനകീയ സർക്കാരാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെ 10,000-ങ്ങളെ സാക്ഷിയാക്കി നടത്താനായി തീരുമാനിച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശമെന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 2006-ലെ LDF സർക്കാർ അധികാരത്തിലേൽക്കുമ്പോഴും ഇതുപോലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000-കണക്കിന് ആളുകളെ, സാധാരണക്കാരെ, വിവിധ മേഖലയിലുള്ളവരെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ വരുന്നവരുടെ ഒക്കെ സാന്നിധ്യത്തിൽ തന്നെയാണ് LDF സർക്കാർ അന്ന് അധികാരത്തിലേറ്റത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു
തുടർച്ച LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ തന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തണം എന്നുള്ളത്. 50,000 പേർക്ക് ഇരിക്കാനുള്ള സജ്ജീകരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മഴ കണക്കിലെടുത്തുകൊണ്ട് വലിയൊരു പന്തൽ തന്നെയാണ് പ്രധാന വേദിയുടെ മുമ്പിലായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇരുവശങ്ങളിലുമായിട്ട് പ്രത്യേക സെക്ഷനുകൾ തിരിച്ച് ഓരോ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പുറത്തും ഈ സ്റ്റേഡിയത്തിനകത്തും LED വാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്, ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും ആരൊക്കെ ഈ സത്യപ്രതിജ്ഞ കാണാൻ എത്തുന്നോ അവർക്കെല്ലാവർക്കും സത്യപ്രതിജ്ഞ കാണാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതിനുപരി കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രാഫിക് സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് പോലീസ്. അതുപോലെ തന്നെ വലിയൊരു സുരക്ഷാ ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മേഖലയിലുള്ളവരും വന്ന് പങ്കെടുത്ത ഈ സത്യപ്രതിജ്ഞയിൽ കണ്ട് അവർ ഈ സർക്കാർ ഏത് തരത്തിലുള്ള നിലപാടുകളിലേക്ക് പോകും, ഈ സർക്കാരിലെ മന്ത്രിമാർ ആരൊക്കെയാണ് എന്നുള്ളത് അവർക്ക് നേരിട്ട് കാണാനും അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തങ്ങൾ കാത്തിരുന്ന ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനും തന്നെയായിരിക്കും ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്നത്. അതിൽ രാഷ്ട്രീയ ഭേദമുണ്ടാവില്ല. വോട്ട് ചെയ്തവരുണ്ടാകും, വോട്ട് ചെയ്യാത്ത ആളുകളുണ്ടാകും. അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെ, കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ഇവിടെ പ്രതീകാത്മകമായി അങ്ങനെ നമ്മൾ പറയുമ്പോൾ അത്തരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. 3:50 ഗവർണർ പി സദാശിവം ഇവിടേക്ക് വരുന്നത്. അതിനുശേഷമാണ് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ നീളും എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് പറയാൻ സാധിക്കുക. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് ഗവർണറും അതിനുശേഷം മന്ത്രിമാരും ഒക്കെ രാജ്ഭവനിലേക്ക് അദ്ദേഹം ഒരുക്കിയിട്ടുള്ള ചായ വിരുന്ന് സൽക്കാരത്തിലേക്ക് പങ്കെടുക്കും. അതിനുശേഷം വളരെ പെട്ടെന്ന് മടങ്ങി വന്ന് സെക്രട്ടേറിയറ്റിൽ ആദ്യ ക്യാബിനറ്റ് യോഗം ചേരും. ഈ ക്യാബിനറ്റ് യോഗത്തിൽ നിർണായകമായിട്ടുള്ള കേരള ജനത വളരെ പ്രതീക്ഷയോടെ ഈ സർക്കാർ ഏത് തരത്തിൽ പ്രവർത്തിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടുള്ളൊരു തീരുമാനത്തിന് ആ മന്ത്രിസഭാ യോഗം തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും. ഇനി സ്റ്റേജിൻ്റെ അവസാനഘട്ട ഡെക്കറേഷൻസ് ഒക്കെ നടക്കുകയാണ്. സീറ്റിംഗ് ക്രമീകരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. രാവിലെ ചെറിയ തോതിൽ മഴയുള്ളതായതുകൊണ്ടാണ് മറ്റ് പുറത്തൊക്കെ കസേരകൾ ക്രമീകരിക്കാത്തത്. പക്ഷേ മഴയൊക്കെ ഇപ്പോൾ മാറി തെളിഞ്ഞ ഒരു അന്തരീക്ഷം, തെളിഞ്ഞ ഒരു പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കസേരയൊക്കെ വളരെ പെട്ടെന്ന് ക്രമീകരിച്ച് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ എത്തുന്നവർക്കും അത് എല്ലാ തരത്തിലും ഈ ഒരു ആവേശത്തോടു കൂടി വരുന്ന ജനങ്ങൾക്കും അത് പൂർണ്ണമായും കാണാനും അവരുടെ ഒരു പ്രതീക്ഷയും അവരുടെ മനസ്സിലെ ആഗ്രഹവുമൊക്കെ ഈ സത്യപ്രതിജ്ഞാ വേദിയിൽ ദൃശ്യമാവുകയും ചെയ്യും. സ്വാമി. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കും. വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തയിലേക്ക്. നവകേരളത്തിന്റെ പ്രതീക്ഷയായി നിയുക്ത മുഖ്യമന്ത്രി പിണറായിയും നിയുക്ത മന്ത്രിമാരും പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്ക് പ്രണാമം അർപ്പിച്ചു. 1957 മുതൽ അധികാരത്തിലേറിയ എല്ലാ ഇടതുപക്ഷ സർക്കാരുകളുടെയും മന്ത്രിമാർ പുന്നപ്ര വയലാർ രണധീരർക്ക് അഭിവാദ്യം അർപ്പിച്ച ശേഷമാണ് സത്യപ്രതിജ്ഞ ചെയ്യാറുള്ളത്. രണസ്മരണകൾ ഇരമ്പുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിലും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചനയ്ക്കെത്തിയ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെയും നിയുക്ത മന്ത്രിമാരെയും ആവേശോജ്വലമായ മുദ്രാവാക്യങ്ങളോടെയാണ് ആയിരങ്ങൾ വരവേറ്റത്. രണധീരർക്ക് അഭിവാദ്യം അർപ്പിച്ച ശേഷം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം പൊതുസമ്മേളനം നടന്നു. വിപ്ലവ ഗായിക മേദിനിയുടെ റെഡ് സല്യൂട്ട് എന്ന് തുടങ്ങുന്ന ഗാനത്തോടെയാണ് പൊതുസമ്മേളനത്തിന് തുടക്കമായത്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറുന്ന LDF സർക്കാരിന്റെ നയം വ്യക്തമാക്കി. സർവതല സ്പർശിയായിരിക്കും നാടിന്റെ വികസനം. കേരളത്തെ ഇന്ത്യയിലെ വികസന കാര്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഗവൺമെന്റ് ആയിരിക്കില്ല. അങ്ങനത്തെ അജണ്ട ഈ ഗവൺമെന്റ് ഉണ്ടാവില്ല. സർക്കാർ ജനങ്ങളുടെ മൊത്തം സർക്കാരാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായിരിക്കും LDF ഗവൺമെന്റ് കാഴ്ചവെക്കുക. നവകേരളത്തിന്റെ സൃഷ്ടിക്കായി പുതുവെളിച്ചം പകരുന്ന നിയുക്ത മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വളരെ ആവേശത്തോടെയാണ് അണികൾ സ്വീകരിച്ചത്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജന്മദിനം കൂടിയായതിനാൽ വയലാറിലെത്തിയ പ്രവർത്തകർക്ക് സംഘാടകർ മധുരപലഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം, ആലപ്പുഴ. ലളിത ജീവിതശൈലി കൊണ്ടും കാര്യക്ഷമമായ ഇടപെടൽ കൊണ്ടും ശ്രദ്ധേയനായ ജനപ്രതിനിധിയാണ് പ്രൊഫസർ C. രവീന്ദ്രനാഥ്. മികച്ച MLA ആയി പേരെടുത്ത രവീന്ദ്രനാഥ് മന്ത്രിയാവുന്നതിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബാംഗങ്ങൾ. വിദ്യാഭ്യാസ വകുപ്പിനെ നേർവഴിക്ക് നയിക്കാൻ അദ്ദേഹത്തിനാകുമെന്നാണ് ഭാര്യ MK വിജയത്തിന്റെ പ്രതികരണം.
ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് മന്ത്രിസഭയിലെത്തുന്ന രണ്ടാമത്തെ അധ്യാപകനാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ്. മുണ്ടശ്ശേരിയുടെ പിൻഗാമിയായി മറ്റൊരു സെന്റ് തോമസ് കോളേജ് അധ്യാപകൻ മന്ത്രിയാവുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയം. അപ്രതീക്ഷിതമായാണ് സി രവീന്ദ്രനാഥ് മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെട്ടത്. സുസ്ഥിര പദ്ധതിയിലൂടെ കേരളത്തിന് മാതൃകയായ രവീന്ദ്രനാഥ് മന്ത്രിയാവുമ്പോൾ ജനങ്ങൾക്കൊപ്പം കുടുംബാംഗങ്ങളും ഏറെ സന്തോഷത്തിലാണ്. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാനാവുമെന്ന് ഭാര്യ MK വിജയം. മാഷക്ക് അത് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. മകൻ ജയകൃഷ്ണനും വിദേശത്തുള്ള മകൾ ഡോക്ടർ ലക്ഷ്മി ദേവിയും അച്ഛൻ മന്ത്രിയാവുന്നതിന്റെ ആവേശത്തിലാണ്. സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയവയുടെ സജീവ പ്രവർത്തകനായിരുന്നപ്പോഴുള്ള അനുഭവ സമ്പത്തുകൾ വിദ്യാഭ്യാസ രംഗത്തെ ഉടച്ചുവാർക്കാൻ അദ്ദേഹത്തിന് സഹായകമാകും എന്നാണ് കുടുംബത്തിന്റെ അഭിപ്രായം. ഭാര്യയും മകൻ ജയകൃഷ്ണനും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തും. വിദേശത്തായതിനാൽ ചടങ്ങിൽ എത്താനാവാത്തതിന്റെ വിഷമത്തിലാണ് മകൾ ലക്ഷ്മി ദേവി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. VS സുനിൽകുമാർ മന്ത്രിയാകുന്നതിന്റെ ആവേശത്തിലാണ് തൃശൂർ അന്തിക്കാട് ഗ്രാമം. നാട്ടുകാർക്കൊപ്പം സുനിൽകുമാറിന്റെ കുടുംബവും ഏറെ ആഹ്ലാദത്തിലാണ്. അപ്രതീക്ഷിതമായാണ് മന്ത്രിപദവി ലഭിച്ചതെന്നും സുനിൽകുമാറിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാനാകുമെന്നും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. ഇതാണ് നിയുക്ത മന്ത്രി VS സുനിൽകുമാറിന്റെ വീട്. ഇക്കാണുന്ന ചെറിയ വീട്ടിലാണ് സുനിൽകുമാറിനൊപ്പം മാതാവും സഹോദരങ്ങളുടെ കുടുംബവും ഒത്തൊരുമയോടെ കഴിയുന്നത്. മകൻ മന്ത്രിയാവുന്നതിന്റെ ആവേശത്തിലാണ് സുനിൽകുമാറിന്റെ മാതാവ് പ്രേമാവതി. സന്തോഷം, വളരെ സന്തോഷം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. തൃശൂരിലെ മത്സരം കടുത്തതായിരുന്നുവെന്നും മന്ത്രിപദവി അപ്രതീക്ഷിതമായിരുന്നുവെന്നും ഭാര്യ അഡ്വക്കേറ്റ് രേഖ പറഞ്ഞു. സാധ്യത എന്ന് പറഞ്ഞു കേട്ടിരുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ആ തരത്തിലൊന്നും ചിന്ത പോയിട്ടില്ല. പ്രചരണ സമയത്ത് തന്നെ ജയം ഉറപ്പായിരുന്നുവെന്നും അച്ഛൻ മന്ത്രിയാവുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മകൻ നിരഞ്ജൻ കൃഷ്ണ. വളരെ സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി, വീട്ടിലെല്ലാവർക്കും സന്തോഷമായി അച്ഛൻ മന്ത്രിയായി. കുടുംബാംഗം മന്ത്രിയാവുമ്പോഴും ലളിതശൈലികൾ തുടരാൻ തന്നെയാണ് വീട്ടുകാരുടെ തീരുമാനം. സുനിൽകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സാക്ഷികളാവും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജാമ്യവ്യവസ്ഥയിലെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കണ്ണൂരിലെത്തിയ CPIM ജില്ലാ സെക്രട്ടറി P ജയരാജന് ഉജ്ജ്വല സ്വീകരണം. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. വടകര ചോറോട്ടെ P സതീദേവിയുടെ വസതിയിൽ നിന്നും മാഹിയിലേക്കെത്തിയ P ജയരാജനെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് വരവേറ്റു. മാഹിയിൽ നിന്നും നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ തങ്ങളുടെ പ്രിയ നേതാവിനെ കണ്ണൂരിലേക്ക് ആനയിച്ചു. വഴിനീളെ അഭിവാദ്യങ്ങളുമായി ജനസഞ്ചയം. നഗരത്തിലൂടെ തുറന്ന വാഹനത്തിൽ സ്വീകരണ സമ്മേളന വേദിയിലേക്ക്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIM-നെ തെരുവിൽ നേരിടാൻ RSS-നാകില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഞങ്ങളെ തെരുവിൽ നേരിടുമെന്ന് പറയുന്ന RSS-ഓട് ഒരു കാര്യം ഞാൻ കണ്ണൂരിൽ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ഇന്നേ അവരെ CPIM-നെ തെരുവിൽ നേരിട്ടിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തോ? ഇന്നേ വരെ CPIM പ്രവർത്തകർ ജനസേവന രംഗത്ത് സജീവമായി ഇടപെടണമെന്ന് സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് P ജയരാജൻ പറഞ്ഞു. അങ്ങേയറ്റം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ ജനവിധിയെ സമീപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനസേവനത്തിന്റെ പുതിയ അധ്യായങ്ങൾ തീർക്കാനായിരിക്കണം ഇനി അങ്ങോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ പ്രവർത്തിക്കേണ്ടത്. നിയുക്ത മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകർ സ്വീകരണ ചടങ്ങിനെത്തിയിരുന്നു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. തിരികെ വാർത്തയിലേക്ക്. പെരുമ്പാവൂർ ജിഷ വധക്കേസ് പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറാൻ സാധ്യത. കേസ് വനിതാ IPS ഉദ്യോഗസ്ഥ അടങ്ങുന്ന സംഘം അന്വേഷിക്കണമെന്ന് LDF നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഇതിനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ജിഷയുടെ കൊലപാതകം നടന്ന 1 മാസം തികയാൻ പോകുമ്പോഴും പോലീസിന് അന്വേഷണത്തിൽ എങ്ങുമെത്താനായിട്ടില്ല. അന്വേഷണം എന്ന് പറഞ്ഞ് നടത്തിയ പരിശോധനകളും പരീക്ഷണങ്ങളും പരാജയപ്പെടുകയും ചെയ്തു. അന്വേഷണ സംഘത്തെ പലതായി പകുത്ത് ബംഗാൾ വരെ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെ സംസ്ഥാനത്ത് ഭരണമാറ്റവും സംഭവിച്ചു. ജിഷയുടെ കൊലപാതകിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട മുന്നിൽ നിന്ന് പ്രക്ഷോഭം നയിച്ച LDF-ന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിക്കുക എന്നത്. ചോദ്യം ചെയ്യപ്പെടേണ്ടവരിലും തെളിവെടുക്കപ്പെടേണ്ടവരിലും കൂടുതലും സ്ത്രീകൾ ഉൾപ്പെട്ട സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇത്. എന്നാൽ UDF സർക്കാർ ഇത് നിരാകരിക്കുകയായിരുന്നു. പുതിയ സാഹചര്യത്തിൽ അന്വേഷണ സംഘം സംബന്ധിച്ച ഉത്തരവ് ഉടനുണ്ടാകുമെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്താത്ത ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കുമെന്നും സൂചനകളുണ്ട്.
അതേസമയം ജിഷ വധക്കേസ് സംബന്ധിച്ച അന്വേഷണത്തിലെ പിഴവുകളെ സംബന്ധിച്ച പരാതിയിൽ IG മഹേഷ് പാൽ യാദവ് അടക്കം 5 ഉന്നത ഉദ്യോഗസ്ഥരോട് ബുധനാഴ്ച പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി മുമ്പാകെ ഹാജരാകാൻ ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉടമസ്ഥനോട് ചോദിക്കാതെ പുരയിടത്തിലെ വാഴയില വെട്ടിയതിന് ബാലനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിലായി. പാറശാല ഒറ്റക്കട സ്വദേശി ബാബുവാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാറശാല ഒറ്റക്കട സ്വദേശി ഷാജിയുടെ മകൻ ഷൈനെയാണ് അയൽവാസിയായ ബാബു കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചത്. ബാബുവിന്റെ ഉടമസ്ഥയിലുള്ള പറമ്പിൽ കയറി കുട്ടികൾ കളിക്കുന്ന വഴി വാഴയിലകൾക്ക് നാശം സംഭവിച്ചു എന്നാരോപിച്ചാണ് ഷൈനെ കഴുത്തറുത്ത് കൊല്ലാൻ ബാബു ശ്രമിച്ചത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ നാഗർകോവിലിനടുത്ത് കുമാരൻകോവിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. 8/5/2016 പൊട്ടിൽക്കട ഭാഗത്ത് വെച്ച് ഒരു 12 വയസ്സുള്ള കുട്ടിയെ കഴുത്തിന് എന്തോ മൂർച്ചലായതുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചു എന്ന് അറിഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി തിരക്കിയപ്പോൾ തൊട്ടടുത്ത താമസക്കാരായ ബാബുവും ഷാജിയുടെ മോനാണ് ഈ തമ്പു എന്ന് വിളിക്കുന്ന ഷൈൻ. അപ്പം അയാൾ ഈ പറയുന്ന ബാബു ഷാജിയുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ വീട്ടിലുണ്ടായിരുന്ന ഷൈൻ എന്ന് പറയുന്ന കുട്ടിയെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അയാൾ പറയുന്നു. സത്യമാണോ എന്നറിയില്ല. കയറി ചെന്നിട്ട് തൻ്റെ കൃഷിയിടത്തിലെ വാഴ വെട്ടിക്കളയുന്നത് ഈ കൊച്ചാണ്, അതുകൊണ്ട് മേല വാഴ വെട്ടിപ്പോയത്. വർക്കിലെ പണിക്ക് പോയിട്ട് ആഴ്ച വരുന്ന ബാബു അവിടെ നോക്കാൻ ആളില്ല, അതുകൊണ്ട് മേല വീട്ടിൽ കയറി ആ പുരടത്തിൽ കയറി ഒന്ന് നശിപ്പിക്കരുതെന്ന് പറഞ്ഞത് കുട്ടിയുടെ കഴുത്തിൽ ചെറിയ രീതിയിൽ വെട്ടി മുറിവേൽപ്പിക്കുകയായിരുന്നു. ഇയാൾ ഈ കൃത്യത്തിന് ശേഷം അവിടെ നിന്ന് നടന്ന് കൊറ്റാമത്ത് വന്ന് വണ്ടിയിൽ കയറി നേരെ കുമാരപുരം കോവിലിൽ അവിടെ പോയി ഒളിവിൽ താമസിക്കുകയും അത് ഇന്നലെ വൈകിട്ട് ഞാൻ കുടുംബ വീട്ടിൽ വന്ന് അമ്മയെ കണ്ടതിന് ശേഷം അവിടുന്ന് വീണ്ടും നടന്ന് റോഡിലെത്തി പൂവാറിൽ നെയ്യാറ്റിങ്കര വണ്ടിയിൽ കയറി അവിടുന്ന് അവണാകുടിയിൽ മറ്റ് ബന്ധുക്കളൊക്കെ താമസിക്കുന്ന അമ്മയുടെ വഴിയുള്ള ബന്ധുക്കൾ താമസിക്കുന്ന ആൾതാമസമില്ലാത്തൊരു വീട്ടിൽ പോയി ഇല്ലാതെ കിടന്നതിന് ശേഷം ഇന്ന് കാലത്ത് അവരുടെ ഇരിക്കെ ചെന്നപ്പോൾ നമുക്ക് നാട്ടുകാരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അവണാകുടി ജംഗ്ഷനിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഭിക്ഷക്കാരന്റെ വേഷത്തിലാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ആവണാങ്കുഴിയിലെ ബന്ധുവീട്ടിൽ പ്രതി എത്തിയതായി രഹസ്യ വിവരത്തെ തുടർന്ന് CI ഷാജിമോഹന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതി ബാബുവിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. LDF മന്ത്രിസഭയിലെ മറ്റ് 18 മന്ത്രിമാരും ഗവർണർ P സദാശിവം മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. 12 പുതുമുഖങ്ങളുടെയും 2 വനിതകളുടെയും പ്രാതിനിധ്യത്താൽ കരുത്തുറ്റ ഒരു മന്ത്രിസഭയാണ് ഇന്ന് അധികാരത്തിലേറുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭയിൽ ജനനേതാക്കളുടെ കരുത്തുറ്റ നിരയാണ്. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് 18 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. LDF സംസ്ഥാന കമ്മിറ്റി CPM-ന് അനുവദിച്ച 12 മന്ത്രിമാരിൽ മുഖ്യമന്ത്രിക്ക് പുറമെയുള്ള 11 മന്ത്രിമാരെയും സ്പീക്കറെയും CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ, AK ബാലൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ G സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, AC മൊയ്തീൻ, J മേഴ്സിക്കുട്ടിയമ്മ, കൊടകര ഏരിയ കമ്മിറ്റി അംഗം പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPM സ്വതന്ത്രൻ ഡോക്ടർ KT ജലീൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന CPM-ന്റെ മന്ത്രിമാർ. CPI മന്ത്രിമാരായി എത്തുന്ന E ചന്ദ്രശേഖരൻ, P തിലോത്തമൻ, BS സുനിൽകുമാർ, K രാജു എന്നിവർക്കും ഗവർണർ P സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. NCPയുടെ പ്രതിനിധിയായി ശശീന്ദ്രനും കേരള കോൺഗ്രസ് S മന്ത്രിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ജനതാദളിന്റെ മന്ത്രിയായി മാത്യു ടി തോമസും LDF മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. 19 അംഗ മന്ത്രിസഭയിൽ 12 പുതുമുഖങ്ങൾ ഇടം നേടി. ചരിത്രത്തിലാദ്യമായി 2 വനിതകളും ഈ മന്ത്രിസഭയിൽ എത്തുന്നു എന്നതും പിണറായി മന്ത്രിസഭയുടെ പ്രത്യേകതയാണ്. P ശ്രീരാമകൃഷ്ണൻ സ്പീക്കറാകുമ്പോൾ B ശശി ഡെപ്യൂട്ടി സ്പീക്കറായും സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിൽ ആദ്യ മന്ത്രിസഭാ യോഗവും ചേരും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി. വൈകിട്ട് 4 മണിക്കാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 19 അംഗ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ചടങ്ങിന് സാക്ഷിയാവാൻ 10,000-ങ്ങളാണ് എത്തുക. ചെങ്കടലിരമ്പലിന് കാതോർത്താണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം LDFന്റെ പിണറായി വിജയൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി ഒരുങ്ങുന്നത്. വൈകിട്ട് 4-നാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. സെക്രട്ടേറിയറ്റിനോട് ചേർന്നാണ് വേദി.
2500 പേർക്ക് പ്രധാന പന്തലിലിരിക്കാം. 30,000 പേർക്ക് തത്സമയം ചടങ്ങ് വീക്ഷിക്കാവുന്ന രീതിയിലാണ് വേദിയൊരുക്കുന്നത്. മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ വേദിയുടെ മുൻഭാഗത്തും ഗാലറിയിലും പന്തലിട്ടിട്ടുണ്ട്. വേദിയുടെ ഒരുക്കങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു. ഏറ്റവും വലിയ ജനസാഗരമാകും സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കുകയെന്നും കോടിയേരി പറഞ്ഞു. വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാവും. അതുകൊണ്ട് അവർക്കെല്ലാം ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. പരമാവധി ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. തലസ്ഥാനത്തിന്റെ നഗരവീഥികൾ ചെങ്കടലാകുമെന്നതിനാൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണവും നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിനുള്ളിലും പുറത്തുമായി കനത്ത സുരക്ഷാ വലയമാണ് തീർത്തിട്ടുള്ളത്. ഗാലറിയിലിരിക്കുന്നവർക്ക് സത്യപ്രതിജ്ഞ അടുത്തു കാണാനായി LED സ്ക്രീനുകളും ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്തവർക്കായി സെക്രട്ടേറിയറ്റ് അനക്സ്, ജേക്കബ്സ് ജംഗ്ഷൻ, പാളയം, സ്റ്റാച്യു, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലും ജനങ്ങൾക്ക് ചടങ്ങ് തത്സമയം LED-യിലൂടെ കാണാം. വൻ ജനക്കൂട്ടം എത്തുമെന്നതിനാൽ മെഡിക്കൽ സംഘത്തിന്റെ സേവനവും സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങൾ ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. സത്യപ്രതിജ്ഞയ്ക്കായി എത്തുന്ന ജനങ്ങളെ സ്റ്റേഡിയം ഉൾക്കൊള്ളുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ RK കുമാറിനൊപ്പം ഷീജ. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണോ, പൂർത്തിയായോ, എന്താണ്? സ്വാമി, രാവിലെ ഉണ്ടായിരുന്ന ഒരു മഴയുടെ അന്തരീക്ഷമൊക്കെ മാറി ഇപ്പോൾ സൂര്യൻ നല്ല രീതിയിലുള്ള പ്രകാശമൊക്കെ ചൊരിഞ്ഞു വരികയാണ്. ഇവിടെ ഒരുക്കങ്ങൾ അതുപോലെ പുരോഗമിക്കുകയാണ്. അവസാന ഘട്ട മിനുക്ക് പണികളാണ് ഇപ്പോൾ വേദിയിൽ നടക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. 2006-ലെ VS അച്യുതാനന്ദൻ സർക്കാരിന് ശേഷം ഇപ്പോൾ LDF അധികാരത്തിലേൽക്കുമ്പോൾ ജനങ്ങളുടെ കൂടെ ഒരു സാന്നിധ്യത്തിലായിരിക്കണം സത്യപ്രതിജ്ഞ എന്നുള്ളത് തന്നെയാണ് ഒരു തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ജനങ്ങളെ സാക്ഷിയാക്കി, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മത ജാതി ഭേദമന്യുള്ള ജനങ്ങളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ സത്യപ്രതിജ്ഞ നടക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെ വേദി നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ഈ പന്തലിൽ ഏകദേശം 3000-ലധികം ആളുകൾക്കിരിക്കാം. ഈ സ്റ്റേഡിയം മൊത്തത്തിൽ 50,000 പേരെ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളൊരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും, ഇവിടെ എത്തുന്ന എല്ലാവർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. LED വാളുകളും അതുപോലെ തന്നെ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷനുകളും ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രധാന വേദിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട വേദിയാണ് ഈ, അതായത് പ്ലാറ്റ്ഫോമിലെല്ലാം വേദി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സദസ്സിൽ ആദ്യം VIPസും VVIPസും അതുപോലെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന മന്ത്രിമാരുടെയൊക്കെ ബന്ധുക്കളും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഇരിക്കാനുള്ള സജ്ജീകരണം. അതിന് പുറകിൽ ഓരോ സെക്ഷനായി തിരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് സത്യപ്രതിജ്ഞ കാണാൻ എത്തുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് കേരളത്തിൻ്റെ തന്നെ സർക്കാരാണ്, കേരളത്തിലെ ജനങ്ങളുടെ സർക്കാരാണ് എന്നുള്ളത് തന്നെയാണ് ഇന്നലെ പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ എല്ലാ മേഖലയിൽ നിന്നുള്ളവരും, പ്രത്യേകിച്ച് CPM എന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷമെന്നോ അല്ലാതെ എല്ലാ മേഖലയിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടേക്ക് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 19 മന്ത്രിമാരാണ് LDF സർക്കാരിൽ അധികാരമേൽക്കാൻ പോകുന്നത്. 3:50-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരുടെ ആവേശവും മുദ്രാവാക്യത്തിനുള്ളിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ 4 മണി മുതൽ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. 3:50-ന് ഗവർണർ P സദാശിവം ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരും. ഗവർണർ എത്തിച്ചേർന്നാൽ ആദ്യം ദേശീയഗാനമാണ്. അതിനുശേഷം ചീഫ് സെക്രട്ടറി ഈ നിയുക്ത മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാനായി, പിണറായി വിജയനെ സത്യപ്രതിജ്ഞ ചെയ്യാനായി ക്ഷണിക്കും. ആദ്യം പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം ഓരോ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ആ ചരിത്ര നിമിഷം, ആ ചരിത്ര മുഹൂർത്തത്തിലേക്കായിരിക്കും കടക്കുന്നത്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വരുന്ന വീഥികളിൽ തന്നെ പോലീസ് ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗതാഗത നിയന്ത്രണമുണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ ജനങ്ങൾക്ക് യാതൊരു തര ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ ഇന്നലെ തന്നെ അറിയിച്ച് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്.
ഓരോ വേദികൾ, ഓരോ വാതിലുകളാക്കി തന്നെ ഇവിടേക്ക് വരുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് വരുന്നതിന് 2 വാതിലുകൾ പ്രത്യേകിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് മന്ത്രിമാർക്കും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾക്കും VVIPസിന് വരുന്നതിന് വേണ്ടി പ്രത്യേക പാത, മാധ്യമങ്ങൾക്ക് കടന്നു വരാനായി പ്രത്യേക പാത, ഇങ്ങനെ എല്ലാത്തരം ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്ന ഒരു തരത്തിലാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. ഇനി അതിനുള്ള കാത്തിരിപ്പാണ്. അതിനുവേണ്ട ഒരുക്കങ്ങൾ അവസാനഘട്ട മിനുക്കുപണികൾ എന്ന് മാത്രം വേണമെങ്കിൽ പറയാം. കാരണം രാവിലെ ചെറിയ തോതിൽ മഴ ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ആ സമയത്ത് ഇവിടെ കസേരകൾ നിരത്തുന്നതിനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു. ഇപ്പോൾ മഴയൊക്കെ മാറി തെളിഞ്ഞ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിൽ തകൃതിയായി തന്നെ നടക്കുന്നു. 1000-ലധികം ആളുകൾ ആണ് ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ അത്തരത്തിൽ പ്രവർത്തിച്ച് വളരെ ഫാസ്റ്റായി തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാവിലെ LDF യോഗം AKI സെൻറ്ററിൽ ചേരും. അതിനുശേഷം നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരുടെ വകുപ്പും ലിസ്റ്റുമൊക്കെ എല്ലാം തയ്യാറാക്കിക്കൊണ്ട് അദ്ദേഹം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയായി. പിന്നെ വൈകുന്നേരമുള്ള സത്യപ്രതിജ്ഞ ചടങ്ങാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ മന്ത്രിമാർ 19 മന്ത്രിമാരുടെ കാര്യം പറയുമ്പോൾ LDF സർക്കാർ കഴിഞ്ഞ UDF സർക്കാരിനെ അപേക്ഷിച്ച് മന്ത്രിമാരുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അതുപോലെ മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം, മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നവർക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെലവ് ചുരുക്കണം, അവരുടെ മന്ദിരങ്ങൾ, ഔദ്യോഗിക വസതികൾ മോടി പിടിപ്പിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള തരത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യമേ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ LDF സർക്കാരിൻ്റെ വരവ് കാത്തിരിക്കുന്നത്. അതുപോലെ ഈ സത്യപ്രതിജ്ഞ എല്ലാം കഴിഞ്ഞാൽ ഗവർണർ ഒരു ചായ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട് രാജ്ഭവനിൽ. അതെല്ലാം പങ്കെടുത്ത ശേഷം ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിമാരെല്ലാം എത്തിച്ചേരും. ആദ്യ മന്ത്രിസഭാ യോഗവും ഏറെ ചരിത്ര പ്രാധാന്യം അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട, ജനകീയമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്ന ഒരു മന്ത്രിസഭാ യോഗമായിരിക്കും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗം സെക്രട്ടേറിയറ്റിൽ ചേരുമ്പോൾ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകും. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ ഇവിടേക്ക് ആളുകൾ നേരത്തെ തന്നെ എത്തിച്ചേരും. കാരണം മുൻനിരയിൽ സീറ്റ് പിടിക്കുന്നതിന് വേണ്ടി തന്നെ ഓരോ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകർ ഇന്നലെ തന്നെ തലസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രവർത്തകരെല്ലാം ആവേശത്തിലാണ്. ആ ഒരു ആവേശവും എല്ലാം ഉൾക്കൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു നിമിഷത്തിലേക്ക്, ചരിത്രത്തിൻ്റെ ഭാഗങ്ങളാകാൻ പോകുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. സുനിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ 7ാമത് ഇടത് മന്ത്രിസഭ അധികാരമേൽക്കുന്നത് കാണാൻ വേണ്ടി, ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ വേണ്ടി നിരവധി പേർ, 10,000-ങ്ങൾ ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. ഒരുപക്ഷെ സെൻട്രൽ സ്റ്റേഡിയത്തിന് ഇത്രയും അധികം ആളുകളെ ഉൾക്കൊള്ളാനാകുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഒപ്പം ഗതാഗത നിയന്ത്രണം, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടന്നാൽ? ഇപ്പോൾ സംഘാടകർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച്, അതായത് തീരുമാനമനുസരിച്ച് 50,000 പേരെ ഈ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാനാകും എന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. പക്ഷേ അതിനപ്പുറത്തായിരിക്കും ഒരു ജനസഞ്ചയം ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഒരുക്കങ്ങൾ എല്ലാ മേഖലയുണ്ട്. കാരണം ഇതിനകത്ത് തന്നെ കാരണം മഴയുള്ളതുകൊണ്ടാണ് ഒരു പ്രധാനമായും അടച്ച ഒരു വേദിയിൽ വന്നിട്ടുള്ളത്. അതിനപ്പുറത്ത് ഉള്ള ആളുകൾ ഇരിക്കാനായി സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്ത് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ LED വാൾസ് ക്രമീകരിക്കുന്നു. അതുപോലെ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷനുകൾ ക്രമീകരിക്കുന്നു. മറ്റ് റോഡുകൾ, പ്രസ് ക്ലബ്ബ് റോഡ് ഉൾപ്പെടെയുള്ളിടത്ത് തന്നെ വലിയ സ്ക്രീൻ വെച്ച് ഈ തത്സമയം തന്നെ സത്യപ്രതിജ്ഞ വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടേക്ക് അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും പുറത്തു നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയ സർക്കാർ അധികാരത്തിലേൽക്കുന്ന, ജനകീയ സർക്കാർ അധികാരത്തിലേൽക്കാൻ പോകുന്ന ആ ചടങ്ങ്, ആ സത്യപ്രതിജ്ഞ ചടങ്ങ് അവർക്ക് വീക്ഷിക്കാനാകും വിധമാണ്. പിന്നെ പോലീസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നേരത്തെ തന്നെ എല്ലാ റോഡുകളിലും അവർ സുരക്ഷ ഒരുക്കി വരികയാണ്. പ്രത്യേകിച്ച് ഗതാഗത നിയന്ത്രണമുണ്ട്. ഈ പ്രസ് ക്ലബ്ബ് റോഡും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് വരുന്ന റോഡുകളായാലും സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നതും, അതുപോലെ ഇവിടേക്ക് വരുന്ന പ്രവർത്തകരുടെ വാഹനം ആളുകളെ ഇറക്കിയ ശേഷം പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേക സജ്ജീകരണങ്ങൾ ബൈപ്പാസ് പരിസരത്തൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വരുമ്പോൾ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണം. ജനങ്ങൾക്ക്, വരുന്ന ആളുകൾക്ക് കൃത്യമായി സത്യപ്രതിജ്ഞ കാണാനുള്ള ഒരു സജ്ജീകരണം, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ അത് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈ സത്യപ്രതിജ്ഞ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം, അതായത് നമ്മളിപ്പോൾ 3:50 ഗവർണർ എത്തിച്ചത്. അപ്പോൾ ഏതായാലും
എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ പല മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു 2 മണിക്ക് മുമ്പായി തന്നെ ഇവിടേക്ക് പ്രവർത്തകർ എത്തുന്ന ഒരു കാഴ്ചയായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇന്നലെ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതുപോലെ തന്നെ ഇത് കേരളത്തിൻ്റെ സർക്കാരാണ്, ഇത് കേരളത്തിലെ ജനങ്ങളുടെ സർക്കാരാണ്. ഇതിനകത്ത് എല്ലാവരും ഒരുമിച്ച് നിന്നുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു തുടക്കമാണ് കുറിക്കാൻ പോകുന്നത്. ആ തുടക്കം കുറിക്കുന്ന ആ ഒരു നിമിഷത്തിന് എല്ലാവരും സാക്ഷിയാകും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം ഇവിടെ വൈകുന്നേരം പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിൽ നിന്നുള്ളവരും ഇവിടേക്ക് ഒഴുകിയെത്തും ഈ ഒരു സർക്കാർ അധികാരമേൽക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനായിട്ട്. സ്വാമി, ഒപ്പം തന്നെ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കാൻ LDF യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിനുശേഷം വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകളുമായി ഗവർണറെ പിണറായി വിജയൻ കാണും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടന്നാൽ അത്തരം വിവരങ്ങൾ. സ്വാമി, ഇന്ന് രാവിലെ ഇപ്പോൾ LDF യോഗം ചേരും. ആ യോഗത്തിലാണ് മന്ത്രിമാരുടെ വകുപ്പ്. കാരണം CPIM-ന്റെ മന്ത്രിമാരുടെ വകുപ്പുകളെല്ലാം തന്നെ ധാരണയിൽ എത്തിക്കഴിഞ്ഞു. ഇനി CPI മന്ത്രിമാരുടെ, അതുപോലെ തന്നെ 3 ഘടകകക്ഷിയിൽ നിന്ന് വരുന്ന മന്ത്രിമാരുടെ AK ശശീന്ദ്രനും അതുപോലെ തന്നെ മാത്യു ടി തോമസും അടക്കമുള്ള 3 പേർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ വകുപ്പുകൾ സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തും. ആ തീരുമാനവുമായിട്ടാണ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ഗവർണർക്ക് ഈ ലിസ്റ്റ് ഇത് കൈമാറി കഴിഞ്ഞാൽ ഗവർണർ ഔദ്യോഗികമായിട്ടുള്ള അനുമതി നൽകി കഴിയും. അതിനുശേഷം പിന്നെ നമുക്ക് പ്രധാന വൈകുന്നേരത്തെ ചടങ്ങുകളിലേക്കാണ് കടക്കുന്നത്. മറ്റൊരു കാര്യം, ഈ മന്ത്രിമാരെ സംബന്ധിച്ച് പറയുമ്പോൾ 19 മന്ത്രിമാരാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ 19 മന്ത്രിമാരാണ് ഈ LDF മന്ത്രിസഭയിൽ ഉള്ളത്. മന്ത്രിമാർ ഓരോരുത്തരെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അവരുടെ സ്വഭാവമായാലും അവരുടെ എഡ്യൂക്കേഷൻ ആയാലും അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തി പരിചയം, അവരുടെ നിൽക്കുന്ന മേഖലയിൽ ജനങ്ങളുമായിട്ടുള്ള പ്രവൃത്തി പരിചയം, സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിൽ ഇറങ്ങി ചെല്ലുന്നവരുടെ ഒരു സവിശേഷത, അത്തരത്തിലുള്ള വലിയ ഗുണഗണങ്ങളുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മന്ത്രിസഭ എന്നുള്ളത് തന്നെ പല മേഖലയിൽ നിന്ന് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഉള്ള ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ പറയുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു മന്ത്രിമാരുടെ ഒരു ലിസ്റ്റ് തന്നെയാണ്, ഒരു നേതൃനിര തന്നെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി മറ്റ് മന്ത്രിമാരായി അണിനിരത്തിയിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഇരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഓരോ മന്ത്രിമാരും അവരുടെ പ്രവർത്തന മേഖല, അവരുടെ വകുപ്പുകളിൽ ഏത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച്, ജനകീയ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് കാണാൻ വേണ്ടി അതിനുള്ള ഒരു വിലയിരുത്തലിന് ഒരു തുടക്കം, ആ തുടക്ക നിമിഷത്തിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. അത് മന്ത്രിമാരുടെ കാര്യം. ഏതായാലും LDF യോഗം അതനുസരിച്ച് നടന്നതിന് ശേഷം 9:30 മണിയോടുകൂടിയാണ് പിണറായി വിജയൻ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇവിടുത്തെ ഒരുക്കങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്വാമി, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കും. വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. അത് സംബന്ധിച്ച ഒരുക്കങ്ങളുടെ വിവരങ്ങളൊക്കെയാണ് സുനിൽ എരുമാനൂർ നൽകിയത്.